ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവിടെ പറമ്പിൽ പണിയെടുക്കുകയായിരുന്ന ശിവരാമൻ ചേട്ടനെ മോരിൻ വെള്ളവുമായി ലില്ലിക്കുട്ടി എത്തുകയാണ്. ലില്ലിക്കുട്ടി ചെന്ന് അച്ചായെന്ന് വിളിക്കേ, മോരാണോടി, ഒടങ്കല്ലിയാണോ കാന്താരിയാണോ എന്ന് അച്ചായൻ ചോദിക്കേ. കാന്താരിയാണെന്ന് പറഞ്ഞ് മോരൻ വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയായി ലില്ലി. ശിവരാമേട്ടൻ അത് വാങ്ങി കുടിച്ചുകൊണ്ട് കൊള്ളാമെടി എന്ന് പറഞ്ഞ് തലയിലെ കെട്ടഴിച്ച് വിയർപ്പെല്ലാം തുടയ്ക്കുമ്പോഴേക്കും ലില്ലിക്കുട്ടിയും ഒരു പരുങ്ങലോടെ, പിന്നെ അച്ചായ ഞാൻ പറയുമ്പോ ദേഷ്യമൊന്നും തോന്നരുത് എന്ന് പറയുന്നത് കേൾക്കെ, അത് കേട്ടാലല്ലേ പറയാൻ പറ്റും, നീ കാര്യം പറയടി എന്ന് ശിവരാമേട്ടൻ. അതെ, റിജിയുടെ ആലോചന പറഞ്ഞില്ലേ, എനിക്കതിൽ ശരിക്കും പേടിയുണ്ട് എന്ന് ലില്ലി പറയാ അമ്പരപ്പോടെ. അത് എന്നെ പറ്റിയടി, എന്നതിനെ പേടിക്കുന്നേ എന്ന് അച്ചായനും. വക്കീല് കൊച്ചു കുഴപ്പമില്ല, പക്ഷേ വയ്യാത്ത അച്ഛനും അനിയത്തി ഇതൊടുക്കം റിജിക്ക് ബാധ്യതയാകുമോന്ന എന്റെ പേടി. മനസാക്ഷി ഇല്ലാതെ പറയുവാണെന്ന് അച്ചായന് തോന്നരുത്, അതൊക്കെ അവന്റെ തലയിലാവില്ലെന്ന് ടെൻഷനോടെ ലില്ലിക്കുട്ടി ചോദിക്കും. എല്ലാം കേൾക്കെ ഒരു പൊട്ടിച്ചിരിയോടെ ശിവരാമേട്ടനും, ഇതൊക്കെ നീ തന്നെ പറയണം, പണ്ട് പഠിക്കാൻ നിന്ന വീട്ടിലെ ഞാൻ തൂമ്പ പണിക്ക് വന്നത് ഓർമ്മയുണ്ടോ, അന്ന് നീ എന്തിനാ അവര് തന്ന തലേന്നത്തെ വളിച്ച ചോറ് മാറ്റി നിന്റെ പങ്ക് തന്നത്? സാമാന്യം ഭേദപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരു അന്യമതസ്ഥനായ തൂമ്പ പണിക്കാരന്റെ കൂടെ എന്തിനാ ചാടിപ്പോന്നത് എന്ന് ശിവരാമേട്ടന്റെ ചോദ്യങ്ങൾക്ക് ഒരു ചിരിയോടെ, അത് അച്ചായനോടുള്ള ഇഷ്ടം കൊണ്ടല്ലായിരുന്നു ലില്ലിക്കുട്ടിയും. അത്രയുള്ളൂ റിജിയുടെ കാര്യത്തിലും. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിന് വേണ്ടി നിൽക്കുന്നു. ഇപ്പോ എങ്ങനെയാ ഈ ടെസ്റ്റൊക്കെ പാസ്സായെന്നാ നിന്റെ ഒരു വിചാരം? എടി, അതാണ് പ്രേമത്തിന്റെ ഒരു ശക്തി. അവൻ എന്തു നേടും, ഒപ്പമുള്ളവർക്ക് തണലാവും. കിടപ്പിലായി പോയ വക്കീലിന്റെ അച്ഛന് റിജി കൊടുക്കുന്ന സ്നേഹവും വലിഞ്ഞ സുജിയുടെ അനിയത്തിക്ക് കൊടുക്കുന്ന പിന്തുണയും വക്കീലിനോടുള്ള അവന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. ആ കുടുംബത്തിന്റെ ഭാരം റിജി കൂടി താങ്ങുമെന്ന പ്രതീക്ഷയിൽ കൂടിയ സുജിയും ഇത്രയ്ക്ക് അവനെ സ്നേഹിക്കുന്നത്. അപ്പോ അത് ബാധ്യതയും ഭാരവുമായൊന്നും നമ്മൾ കാണേണ്ട കാര്യമുണ്ട്, അതൊക്കെ അവര് കൈകാര്യം ചെയ്തോളുമെന്നേ എന്ന് അച്ചായൻ പറയുന്ന കേൾക്കെ, അത് ശരിയല്ലേ എന്ന് ലില്ലിക്കുട്ടൻ ചോദിക്കുക. പിന്നല്ലാതെ, നമ്മുടെ മോനെ ഇങ്ങനെ അല്ലാതാവാൻ പറ്റില്ല ലില്ലി, അവനെ നമ്മുടെ രണ്ടാളുടെയും ചോരയല്ലേ എന്ന് ശിവരാമേട്ടൻ ചോദിക്കേ. നേരായെന്ന് ലില്ലിക്കുട്ടി. ഫിസിക്കലും കൂടി കഴിഞ്ഞ് ജോലി കയറിയ പിന്നെ ഇവരുടെ കാര്യവും ഇട്ട് വൈകിപ്പിക്കേണ്ടെന്ന എന്റെ തീരുമാനം. സരസുവിനോട് കൂടി ഒന്ന് സംസാരിച്ചേക്കാം, ഇപ്പൊ ഇതിന്റെ ചൂട് പോയാ പോയി. നീ പോയി എന്റെ മൊബൈൽ ഇങ്ങെടുത്തോണ്ട് വായെന്ന് പറഞ്ഞ് ലില്ലിക്കുട്ടിയെ പറഞ്ഞയക്കിയ ശിവരാമൻ ചേട്ടൻ. ഇവിടെ മാധവത്തിൽ സരസു നിലം തുടയ്ക്കുന്ന തിരക്കിലായിരുന്നു. റിങ് ചെയ്യുന്ന മൊബൈലുമായി വീണ അങ്ങോട്ട് വന്ന്, അമ്മേ ഇത് വല്യമ്മ കോളില് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ടീച്ചറമ്മ അത് വാങ്ങി ആ ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. അവധിയായതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാ വിളിച്ചത് എന്ന് ശിവരാമേട്ടൻ പറയേ. ഓ, സത്യത്തിൽ അവധി ദിവസമാ ശിവരാമേട്ട, പിടിപ്പത് പണി, അലക്കലും മുറി വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് 100 കൂട്ടം പണിയുണ്ടാവും. പണിയൊട്ടും തീരാതെ ദിവസം അങ്ങ് തീരും, അതാ പതിവ് എന്ന് സരസു പറയേ. ഇവിടെ ഇപ്പോ ഞാനും ലില്ലിയും മാത്രമായിട്ടും രണ്ടാക്കും പണി ഒഴിഞ്ഞ നേരമില്ലെന്നേ എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. വീട് പണി അങ്ങനെയാ ശിവരാമേട്ട, തീർന്നു നടുനീർക്കാമെന്ന് കരുതുകയേ വേണ്ട എന്ന് സരസു പറയേ. ശരിക്കും ഉള്ളതോ സരസു എന്ന് ശിവരാമേട്ടൻ. പിന്നെ ഞാനും ലില്ലിയും കൂടെ നമ്മുടെ റിജിയുടെ കാര്യം സംസാരിക്കുമായിരുന്നു എന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേൾക്കെ, ആണോ, എന്താ ഏട്ടാ എന്ന് ചോദിച്ചേ. ടീച്ചറമ്മ മൊബൈൽ ലൗഡ് സ്പീക്കറിൽ ഇടുകയാ. സത്യത്തിലെ ആ വക്കീല് കൊച്ച് റിജിക്ക് പറ്റിയ ആളാ, പക്ഷേ ലില്ലിക്ക് അക്കാര്യത്തിൽ ഒരു ടെൻഷൻ. വക്കീലിന്റെ കുടുംബം റിജിക്ക് ഒരു ബാധ്യതയാകുമോന്ന്. അത് കേൾക്കെ സരസവും, സുചി നല്ല കുട്ടിയായിട്ടാ, അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഫീസിനായി മാത്രം നിൽക്കുന്ന കുട്ടിയല്ല സുചി, കേസിൽ തന്നെ സത്യവും നീതിയും ഒക്കെ നോക്കുന്നയാളാ. നമ്മുടെ പഴയ കേസിന് തന്നെ നമ്മളെ പോലെ അത് ജയിച്ചു വരാൻ സുചി നിന്നില്ലേ എന്ന് സരസു പറയേ. സുജിയുടെ കാര്യത്തിൽ ലില്ലിക്കും എതിരഭിപ്രായമൊന്നുമില്ല. സുജിയുടെ അച്ഛനും അനിയത്തിക്കും താങ്ങായി അവള് മാത്രമേ ഉള്ളൂവെന്നത് റിജിക്ക് പാടാവോ, അവരുടെ ജീവിതത്തെ ബാധിക്കോ എന്നൊക്കെയാ ലില്ലിക്കുട്ടിയുടെ പേടി എന്ന് ശിവരാമേട്ടൻ പറയേ. ഓ, അത് കൊള്ളാം, തൂമ്പാപ്പണിക്ക് വന്ന ഏട്ടനെ പ്രേമിച്ച് ചാടി പോന്നപ്പോഴേ ഏട്ടത്തിക്കൊരു പേടിയും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് സരസവും ചിരിയോടെ ചോദിക്കുക. അത് കേൾക്കെ ശിവരാമേട്ടനും ചിരിയോടെ, ഞാനും അതാ ഇവളോട് ചോദിച്ചത്, നീയും ലച്ചുവും കൂടി ചാടിച്ചു കൊണ്ടുവന്ന് കെട്ടിയപ്പോ ഒരു പേടിയുമില്ലായിരുന്നു, അന്ന് എനിക്കും കൂടി ധൈര്യം തന്നവളാ ഈ ലില്ലി, സ്വന്തം മോന്റെ കാര്യം വന്നപ്പോ പേടിയായി എന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേൾക്കെ. അത് പിന്നെ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാ ശിവരാമേട്ട എന്ന് സരസവും. എന്നതായാലും ഫിസിക്കൽ കഴിഞ്ഞ് പെട്ടെന്ന് അവൻ ജോലിക്ക് കയറുവാണേൽ അവന്റെ കെട്ട് പെട്ടെന്ന് നടത്താമെന്നാ ഞാൻ വിചാരിക്കുന്നത്. നിന്റെ കൂടി അഭിപ്രായം അറിയാനാ ഞാൻ വിളിച്ചതെന്ന് ശിവരാമേട്ടൻ. ജീജ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറിയിട്ട് ആലോചിക്കാം അല്ലേ ഏട്ടാ, അപ്പൊ പിന്നെ റിജിയുടെ കാര്യം അതാദ്യം നടക്കട്ടെ എന്ന് സരസു പറയേ. അതെ, അങ്ങനെ നോക്കാം പെങ്ങ, എനിക്കിനി വേറെ ആരോടും തിരക്കാനില്ലെന്ന് ശിവരാമേട്ടൻ. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടിയായതുകൊണ്ടേ ജീവിതത്തിൽ നല്ല സംയമനം ഉണ്ടാവും, പക്വതയും ഉണ്ടാവും. രുചിയുടെ തോളത്തെ ഭാരം നമ്മളും കൂടി ഒന്ന് താങ്ങിക്കൊടുത്ത ആ കുട്ടിക്ക് വലിയ ആശ്വാസമാവും ഏട്ടാ എന്ന് സരസു പറയേ. ഭാരം താങ്ങലാണല്ലോ നമ്മുടെ പണി തന്നെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കുട്ടിയായതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. രുചിക്കും വക്കീലിനോട് ഇഷ്ടമായതിനു ശേഷം മൊത്തത്തിലൊരു മാറ്റമുണ്ട്. അല്ലെങ്കിൽ അവനൊരു ടെസ്റ്റ് എഴുതാൻ മെനക്കെടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വല്ല കൃഷിപ്പണിയുമായിട്ട് ഒതുങ്ങിയ ഇന്നത്തെ കാലത്ത് കൃഷി കൊണ്ടൊക്കെ
കുട്ടികളൊക്കെ എന്ന ജീവിതമാകാനാ. റിജിക്കുണ്ടായ മാറ്റം വലിയ കാര്യമാണെന്ന് വല്യമാമ പറയുന്നത് കേൾക്ക്. അതെ, എല്ലാത്തിനും കാരണം എന്റെ കേസാ. എന്റെ കേസ് കൊണ്ട് അവർക്കൊരു ജീവിതമായി എന്ന് വീണയും. അത് നേരാ കുഞ്ഞിന്ന് വല്യമാമ പറയേ. റിജി വക്കീൽ ഫീസ് കൊടുത്തു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതെങ്ങോട്ടാ പോകുന്നെന്ന്. എന്ന് സരസവും എനിക്ക് ആദ്യമേ കത്തിയ എന്ന് വീണ പറയുന്നത് കേൾക്കെ ഒരു ചിരിയോടെ അപ്പൊ ശരിയെന്നാ വെക്കൂ എന്ന് പറഞ്ഞ് ശിവരാമേട്ടനും കോൾ വെക്കുകയാണ്. പിന്നീട് റോഡിലൂടെ ബുള്ളറ്റ് ഓടിച്ചു വരുന്ന ാണ് കാണിക്കുന്നത്. ജോണുമൊത്തുള്ള സുന്ദര നിമിഷങ്ങളുടെ ഓർമ്മകളായിരുന്നു അവളുടെ മനസ്സിൽ അത്രയും. അവിടെ മാധവത്തിൽ ടീച്ചർ അമ്മയും ഉണങ്ങിയ തുണികളെല്ലാം റൂമിൽ കൊണ്ടുവന്ന് മടക്കുന്നതിനിടെ കുഞ്ഞോടായി പറയുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വിളിച്ച റജിയെ കിട്ടും. കാര്യങ്ങളൊക്കെ മുമ്പോട്ടാണെന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കേ. ശരിയാ റജിച്ചേട്ടൻ ആകെ കുഴഞ്ഞിരിക്കുന്ന സമയത്ത് അത് വലിയൊരു ആശ്വാസമാവുമെന്ന് വീണയും. ഇപ്പൊ വിളിക്കാലേ, നീ ആ ഫോണിങ് എടുത്തേന്ന് അമ്മ പറയുമ്പോഴേക്കും വീണ അമ്മയുടെ മൊബൈൽ എടുത്ത് കൊടുക്കുകയാണ്. റജി കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ആ റജിക്കുട്ടാ ഭക്ഷണമൊക്കെ കഴിഞ്ഞൂടാ എന്ന് ടീച്ചർ അമ്മയും. ആ കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞ് പുറത്ത് കുറച്ച് കടും വെയിൽ മാറുന്നത് വരെയാ ആകെ ബ്രേക്ക് എന്നവൻ പറയുന്നത് കേൾക്കെ. ഓ ട്രെയിനിങ് ഒക്കെ നല്ല കടുപ്പമല്ലേ എന്ന ടീച്ചർ അമ്മയും. ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞാ അതൊരു കളവാവും അപ്പ. രാവിലെ 5:30 എഴുന്നേൽക്കും, പിന്നെ 5 കിലോമീറ്റർ റണ്ണിങ്, പിന്നെ പുഷപ്പും, ശരീരം മൊത്തം വേദനയാണെന്നവൻ പറയുന്നത് കേൾക്കെ. നല്ല പാടല്ലേ എന്ന് ടീച്ചർ അമ്മ. ആദ്യ ദിവസങ്ങളിൽ ശ്വാസം പോലും കിട്ടാതെ ആകെ കുഴഞ്ഞു പോകുമായിരുന്നു. ഇപ്പൊ ഒരുവിധം സെറ്റായി വന്നു. ഇവിടെ എല്ലാവരും ഇതേ അവസ്ഥയിൽ തന്നെ എന്നവൻ പറയേ. മോനെ, ഈ കഷ്ടപ്പാടൊക്കെ ജീവിതത്തിലെ നല്ലതിലാണല്ലോ ഒന്ന് സമാധാനിക്കുക. ശരീരം കഷ്ടപ്പെടുന്നത് ശരി, പക്ഷേ ഭക്ഷണം നന്നായി കഴിക്കണം, വെള്ളം ധാരാളം കുടിക്കണം, ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം എന്ന ടീച്ചറമ്മ പറയുന്നത് കേൾക്കെ. ഭക്ഷണവും വെള്ളവും ഒന്നും ആരും ഒന്നും പറയണ്ട, ഇതൊക്കെ ചെയ്യുമ്പോ അത്രയ്ക്ക് വിശപ്പും ദാഹവുമാ എന്ന് റിജി. അതെ, അവിടെ ആകെ കുഴഞ്ഞിരിക്കുമ്പോഴേ റിജിക്കൊരു സന്തോഷ വിവരം തരാനാ വിളിച്ചത് എന്ന് ടീച്ചറമ്മ പറയേ. അതെന്താപ്പാ എന്ന് റിജിയും. ഇതിൽ ജയിച്ച് ജോലിയുമായി വന്നാല് വക്കീലിനെ അങ്ങ് കെട്ടിച്ചത് എന്ന് അപ്പച്ചി പറയുന്നത് കേൾക്കെ. സന്തോഷത്തോടെ എഴുന്നേറ്റിക്കൊണ്ട് ആണോ എന്ന് അമ്പരപ്പോടെ റജി. ശിവരാമേട്ടൻ വിളിച്ചിരുന്നു, ഏട്ടനും ഏട്ടത്തിക്കും ഓക്കെയാണ്. ടീച്ചയ്ക്ക് മുന്നേ റജിയുടെ കെട്ട് നടത്താമെന്ന് ഞാനും പറഞ്ഞ ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഓക്കേനും എന്നോട് നന്ദി വേണം കേട്ടോ റജിച്ചേട്ടാ എന്ന് വീണയും ഇടയിൽ കയറി പറയുന്നുണ്ട്. നന്ദിയൊക്കെ ഉണ്ടായിരിക്കും. റജി സന്തോഷത്തോടെ പറയേ. ഇനി കേസിന് ഫീസൊന്നും വക്കീലിന് കൊടുക്കണ്ടല്ലോ അല്ലേ, ഫ്രീ ആയിരിക്കുമല്ലോ അല്ലേ എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. ഫീസ് ഒന്നും ഫ്രീ ആവത്തില്ല, അത് നമ്മൾ കൊടുക്കണ്ടേന്ന് റജിയും. ഓ കണ്ടോ കണ്ടോ, ഒരുത്തന്റെ തനി സ്വരൂപം പുറത്തു വരുന്നത് കണ്ടോ, പച്ചയ്ക്ക് വക്കീലിന് വേണ്ടി വാദിക്കുന്നത് കണ്ടോ എന്ന് വീണയും. അല്ല, ഞാനിങ്ങനെ പൊതുവായിട്ട് പറഞ്ഞതാ വീണേ, ഏത് വക്കീലിനായാലും നമ്മൾ ഫീസ് കൊടുക്കണ്ടേ എന്ന് റജി. ഉരുളണ്ടേട്ടാ, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ എന്ന് വീണേ. ആണോ എന്ന് നാണത്തോടെ റജി ചോദിക്കുമ്പോഴേക്കും അവിടെ പ്രാക്ടീസിനുള്ള വിസിൽ മുഴങ്ങുന്നുണ്ട്. അപ്പാ ഇവിടെ വിസിലായി കേട്ടോ, അടുത്ത കാര്യങ്ങൾക്ക് ഇറങ്ങാറായി എന്ന് റജി പറയേ. മോനെ, സമയം കിട്ടുമ്പോ വിളിക്കണേ എന്ന് ടീച്ചർ അമ്മയും ഓർമ്മിപ്പിക്കുന്നു. സമയം കിട്ടലൊക്കെ ഇങ്ങനെ തന്നെയാപ്പാ, അന്നേരം എവിടെയെങ്കിലും കുറച്ചു സമയം നടുവ് നിവർത്തി കിടക്കും വിളിക്കാപ്പാ എന്ന് റജി പറയേ. ശരി, സമാധാനമായിരിക്കും കേട്ടോ എന്ന് അപ്പച്ചി പറയുമ്പോഴേക്കും ശരി അപ്പ എന്ന് പറഞ്ഞ് റജിയും സന്തോഷത്തോടെ കോൾ വെക്കുകയാണ്. റജിച്ചേട്ടന്റെ പരിപ്പ് ആകെ ഇളകിയ മട്ട എന്ന് വീണ പറയേ. ഫിസിക്കല് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ടീച്ചർ അമ്മയും. ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, കിട്ടും ഉറപ്പായെന്ന് വീണയും അമ്മയെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് രാത്രിയാകുമ്പോൾ കനിതന്റെ ബുള്ളറ്റിൽ മാധവത്തിന്റെ വീട്ടുമുറ്റത്തെത്തുന്നുണ്ട്. ശബ്ദം കേട്ട് ഡൈനിങ് ഹാളിലേക്ക് എത്തുന്ന ചെറിയമ്മയും കനിയെ കണ്ട് സന്തോഷത്തോടെ അയ്യോ കനിക്കുട്ടി എന്ന് വിളിച്ച് അകത്തേക്ക് നോക്കി. എടി കുഞ്ഞിതേ കനി വന്നു എന്ന് പറഞ്ഞ് സിറ്റൗട്ടിലേക്ക് ഓടുമ്പോഴേക്കും ചെറിയമ്മ എന്നും വിളിച്ച് കനിയും സിറ്റൗട്ടിലേക്ക് ഓടിക്കയറി ചെറിയമ്മയെ കെട്ടിപ്പിടിക്കുക. എടി അല്ല, ഈ ബുള്ളറ്റൊക്കെ എങ്ങനെ ഒപ്പിച്ചു എന്ന് ചെറിയമ്മ ചോദിക്കുക. നേരത്തെ എത്തി, മേരിക്കുട്ടി ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് ബുള്ളറ്റും ഒപ്പിച്ചു എന്ന് കനി പറയുന്നത് കേൾക്കെ. അതിന് അവരോട് ഇല്ലല്ലോ എന്ന് ടീച്ചർ അമ്മയും. ഇതൊക്കെ ഞാൻ ജോണേട്ടനെ വിളിച്ച് സെറ്റാക്കി, പിന്നെ ബുള്ളറ്റിലൊന്ന് കറങ്ങി, പിന്നെ കൃഷ്ണചന്ദ്രൻ സാറിനെ പോയി കണ്ടു എന്ന് കനി പറയുമ്പോഴേക്കും ഓഹോ, അപ്പൊ ഇവിടെ എത്തിയിട്ട് ഇത്രയും കാര്യങ്ങൾ നടന്നോ എന്ന് ചെറിയമ്മയും ചോദിക്കുക. അപ്പോഴേക്കും വീണയും അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ കണ്ട് ആരാത് എന്ന് ചോദിച്ച് കനി അവളെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും അവൾ പരിഭവത്തോടെ തലയും കുനിച്ച് നിൽപ്പാ. പിടിച്ചെന്നും പറഞ്ഞ് തന്റെ ബാഗൂരി അവളുടെ കയ്യിലേക്ക് കൊടുത്ത് ചെറിയമ്മയോടായി രാത്രി എന്താ ചെറിയമ്മ കഴിക്കാനെന്ന് ചോദിക്കുന്നുണ്ട് അവൾ. അയ്യേ, ആദ്യം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് ചെറിയമ്മ പറയേ. എന്തായാലും പൊറോട്ടയും ബീഫും ഒന്നും കിട്ടില്ലല്ലോ എന്ന് കനിയും. അത് വലിയ പാടാന്ന് ചെറിയമ്മ പറയേ. കനി വീണയെ വിളിച്ച് എടി എന്നാ നമുക്ക് തട്ടുകടയിൽ പോയാലോ, അവിടാണെങ്കിൽ നല്ല അടിച്ചു പരത്തിയ ചൂട് പൊറോട്ട കഷ്ണം പോലത്തെ ബീഫും കിട്ടും എന്നവൾ പറയേ. പോവാടി, ആദ്യം നീ ഫ്രഷ് ആയിട്ട് വായെന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവളെ പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിൽ അവൾ ചെറിയമ്മയെ അവിടെ തന്നെ പിടിച്ചു നിർത്തി ഫ്രഷ് ആയ അതിന്റെ ഗുമ്മൊക്കെ പോകുവേ. ഈ മുഷിച്ചിലോട് കൂടി തന്നെ പോയി കഴിക്കണം, അത് അതിന്റെ ഒരു മൂഡ് അല്ലേടി എന്ന് വീണയോടായി ചോദിക്കുന്നുണ്ട്. വീണ വീണ്ടും പരിഭവത്തോടെ ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് ചെറിയമ്മേ, ഇവൾക്ക് ഞാൻ വന്നതത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നല്ലോ എന്ന് കനി ചോദിക്കേ. കുഞ്ഞി വാടി, നമുക്ക് തട്ടുകടി പോവാടി എന്ന് ടീച്ചർ അമ്മയും പറയുന്നു. അപ്പോഴത്തേക്കും അമ്മയും ചാടി ഇറങ്ങിയല്ലേ
എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കെ. എടി പിണങ്ങാതെ, കനി ഒരു ഇഷ്ടം പറഞ്ഞതല്ലേ, അവൾ എത്ര നാൾ കഴിഞ്ഞു വന്നതാ എന്ന് പറഞ്ഞ് കനിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ടീച്ചർ. അപ്പോഴത്തേക്കും പിണങ്ങിയോ പോലീസുകാരാ എന്ന് ചോദിച്ച് കനിയും വീണയെ ചേർത്ത് പിടിക്കും. ഓടി അവിടുന്ന് എന്ന് പറഞ്ഞവളെ തട്ടിമാറ്റിക്കൊണ്ട് അവൾ പിണക്കത്തോടെ നിൽക്കുമ്പോഴേക്കും കനിക്കുട്ടി ഞാൻ ഈ വീടൊക്കെ ഒന്ന് പൂട്ടട്ടെ, എന്നിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മ വീട് പൂട്ടാൻ ഒരുങ്ങുമ്പോഴേക്കും പിണക്കക്കാരിക്ക് പൊറോട്ടയും ബീഫും ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു ചെറിയമ്മ എന്ന് കനിയും വീണയെ നോക്കി പറയുന്നു. പള്ളി പോയി പറഞ്ഞാൽ മതിയെന്ന് വീണയും. ബാഗ് കൊണ്ടുപോയി അകത്തേക്ക് വെക്കുന്ന അമ്മ പറയുമ്പോഴേക്കും വീണ ബാഗ് കൊണ്ടുപോയി അകത്ത് വെച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട്. പിന്നീട് അവർ വീട് പൂട്ടി തട്ടുകടയിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ എത്തിയവർ കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും ഇതാണ് കുഞ്ഞണ്ണന്റെ പൊറോട്ട തട്ട്. ഇവിടെ പൊറോട്ടയും ബീഫും തന്നെയാ മെയിൻ, ലുക്ക് ഒന്നും നോക്കണ്ട, സംഗതി ഇന്റർനാഷണൽ ടേസ്റ്റാ എന്ന് കനി പറയുമ്പോഴേക്കും കടയിലെ ചേട്ടൻ അങ്ങോട്ട് വന്ന് എന്താ വേണ്ടതെന്ന് ചോദിക്കുക. ചെറിയമ്മ പൊറോട്ടയും ബീഫും അല്ലേ എന്ന് കനി ചോദിക്കുമ്പോൾ അത് കഴിക്കാനല്ലടി ഇങ്ങോട്ട് വന്നത് എന്ന് ചെറിയമ്മ. പരിഭവത്തോടെ ഇരിക്കുന്ന വീണയോടായി നിനക്കോ എന്ന് കനി ചോദിക്കെ. പൊറോട്ടയും ബീഫും എന്നവളും. ഇറച്ചിയുണ്ട് സ്പെഷ്യലാ എടുക്കട്ടെ എന്ന് ആ ചേട്ടൻ വീണ്ടും ചോദിക്കും. ചേട്ടാ പറഞ്ഞതൊക്കെ ആദ്യം ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ പറയാമെന്ന് കനി പറയുന്നത് കേൾക്കെ അയാളും അവിടെ നിന്ന് പോവുകയാണ്. അയാൾ പോയി കഴിയുമ്പോഴേക്കും കനി പറയുന്നുണ്ട് ഇതാണ് കുഞ്ഞണ്ണൻ, ഇവിടെ പാചകമൊക്കെ വിറകടുപ്പില്ല, പൊറോട്ട വിളമ്പുന്നത് ഇലയിലും എന്നവൾ പറയുന്നത് കേൾക്ക് ഇവൾക്ക് ഇവിടെ ഫ്രീ ആണെന്ന് തോന്നുന്നു, അത്രയ്ക്ക് പരസ്യമാണല്ലോ എന്ന് വീണയും ദേഷ്യത്തോടെ പറയുന്നു. ഓ ദേ കഴിച്ചാലേ നിങ്ങളും തുടങ്ങും പരസ്യം എന്ന് കനിയും പറയുന്നുണ്ട്. പിന്നീട് കുഞ്ഞണ്ണൻ അവർക്കുള്ള പൊറോട്ടയുമായി വന്ന് ഇലയിലേക്ക് പൊറോട്ടയും ബീഫും വിളമ്പുക. അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതിന്റെ കൂടെ ഒരു മസാല കട്ടനുണ്ട്, സ്വർഗം മാമാ സ്വർഗം എന്നവരോടായി പറഞ്ഞ് ചേട്ടാ 3 മസാല കട്ടൻ എന്ന് കനി വിളിച്ചു പറയുക. വീണ അപ്പോഴും പരിഭവത്തോടെ അവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ചെറിയമ്മയെ തോണ്ടിക്കൊണ്ട് എങ്ങനെയുണ്ട് ചെറിയമ്മ എന്ന് കനി ചോദിക്കുക. സൂപ്പറാ എന്ന് ആസ്വദിച്ച് കഴിച്ച് ചെറിയമ്മ. ഞാനേ പിള്ളേരോടൊക്കെ പൊറോട്ട കഴിക്കുന്നത് നല്ലതല്ലെന്ന് ക്ലാസ് എടുക്കുന്നതാ എന്ന് ചെറിയമ്മ പറയേ. ചെറിയമ്മയുടെ പല സ്റ്റുഡൻസും ഇപ്പൊ ഇതുവഴി പോണം, കുടുങ്ങി, നമ്മുടെ പഴയ ഇത്താത്തയുടെ ഡ്രസ്സ് കൂടി എടുക്കായിരുന്നു എന്ന് കനി പറയേ. അത് ശരിയാ എന്ന് ചിരിയോടെ ടീച്ചറമ്മ. അപ്പോഴേക്കും കുഞ്ഞണ്ണൻ അവർക്കുള്ള മസാല കട്ടൻ കൊണ്ടുവന്ന് വെക്കുക. അപ്പോഴേക്കും കനിയും ഞാനേ അത്യാവശ്യം യൂറോപ്യൻ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്തതാ, അമേരിക്കൻ ഡിഷസും ട്രൈ ചെയ്തിട്ടുണ്ട്, ഇറ്റലിയിലെ പാസ്ത, അമേരിക്കയിലെ സ്റ്റീം കേക്ക്, ബർഗർ ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ കുഞ്ഞണ്ണന്റെ പൊറോട്ട തട്ട് ഇങ്ങനെ വിളിക്കണമെങ്കിലേ അതിന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദേ മലയാളിക്കൊരു ഭക്ഷണമല്ല, ഇമോഷനാ ഇമോഷൻ എന്ന് കനി പറയുന്നത് കേൾക്കെ. ഇതിപ്പോഴേ നീ ഇപ്പോ ഇന്റർനാഷണൽ റാങ്കിങ്ങിലോട്ടാണല്ലോ കുഞ്ഞണ്ണന്റെ കടയെ കൊണ്ടുപോകുന്നത് എന്ന് ചെറിയമ്മയും. ഇതിനെ ഇന്റർനാഷണൽ പൊറോട്ട തട്ടുകട എന്നാക്കാൻ പറയാം എന്ന് പരിഭവത്തോടെ കനിയും അവളെ കളിയാക്കുകയാ. കുഞ്ഞണ്ണൻ അപ്പോഴേക്കും അങ്ങോട്ട് വന്ന് വേറെന്താ വേണ്ടേ ചോദിക്കേ. അയ്യോ ഇനി ഒന്നും വേണ്ട, നിറഞ്ഞു കുഞ്ഞണ്ണ എന്ന് ചിരിയോടെ കനി പറയേ. നന്നായിട്ടുണ്ട് എന്ന് ടീച്ചറമ്മ. അയാളും സന്തോഷത്തോടെ സന്തോഷം എന്ന് പറയേ. വീണ ചേട്ടാ ഇവളെ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ കഴിച്ച ഫുഡിനേക്കാൾ ടേസ്റ്റ് ആണ് ഇതെന്നാ പറയുന്നത് എന്ന് പറയുന്നത് കേൾക്കെ. ഓ ഹാപ്പി ഹാപ്പി എന്ന് അയാളും ചിരിയോടെ പറയും. കഴിച്ചിട്ട് ഉള്ളു നിറഞ്ഞിങ്ങനെ പറയുന്നതേ നമുക്കും ഹാപ്പി എന്ന് കുഞ്ഞണ്ണൻ പറയേ. പോകും മുമ്പേ ഒരു വരവും കൂടി വരേണ്ടി വരുമെന്ന് കനി. ഒന്നാക്കണ്ട എന്നും പോരെന്നേ എന്ന് കുഞ്ഞണ്ണനും. അതിന് ഓഫർ തരേണ്ടി വരുമേ എന്ന് കനി. ഓ അതിനെന്താ തരാലോ എന്ന് കുഞ്ഞണ്ണനും സന്തോഷത്തോടെ പറയേ. ഒരു ചിരി വരുത്തിക്കൊണ്ട് ടെൻഷനോടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.